ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 13 ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. നടത്തിയത് തൊടുപുഴ അല്ലസർ ഹോസ്പിറ്റലിലാട്ടോ. എനിക്ക് യൂട്രസിലൊരു ഫൈബ്രോയിഡ് വളരണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-8 കൊല്ലം മുന്നേ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതാണ്. ഡോക്ടർ രാജി ബഷീറിനാണ് കണ്ടുകൊണ്ടിരുന്നത്. മറ്റൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5-8 കൊല്ലം മുന്നേ ഇത് അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യും, മെഡിസിൻ കഴിക്കും, അങ്ങനെയൊക്കെ നിൽക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള എനിക്ക് പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ ബ്ലീഡിങ് കൂടുതലായിരിക്കാം, ഭയങ്കര നടുവേദന വയറുവേദനയൊക്കെ ആയിരുന്നു. ഇതൊക്കെയായിരുന്നു ഇത് എനിക്കൊരു പ്രോബ്ലം. പക്ഷെ അത് നമുക്ക് ആ ടൈമിലുള്ളൊരു സാധാരണ ഒരു നോർമൽ ഒരു സ്ത്രീക്ക് ഒരു 5-6 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു 13 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കൂടുതലായതുകൊണ്ട് എനിക്ക് ഹീമോഗ്ലോബിൻ അളവ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് സമയമില്ല. കാരണം ഇത് കഴിഞ്ഞ് ഒരു 10-12 ദിവസം കഴിയുമ്പോൾ 13 ദിവസം കഴിയുമ്പോൾ പിന്നെയും അപ്പോൾ നമുക്ക് പീരീഡ്സ് ഇങ്ങനെ ആവുക. കാരണം 13 ദിവസമൊക്കെ നീണ്ടു നിൽക്കണതാണ്. അപ്പോൾ എനിക്ക് ബ്ലഡ് കുറവായി, എനിക്ക് അതിൻ്റെ വളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുവൈറ്റിൽ 1 ഇയർ പോയിട്ട് അവിടെ ഒരു തവണ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിച്ചത് മെഡിസിൻ തന്നു വിട്ടു. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു നാട്ടിൽ പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം കൂടി കാരണമാണ് മെയിനായിട്ടും നാട്ടിലേക്ക് പോരാന്ന് തന്നെ വെച്ചത്. പിന്നെ എന്തായാലും നാട്ടിൽ പോയിട്ട് ഇവിടെ നിന്ന് ഉംറ ചെയ്യാൻ പോകും പറ്റില്ല. അതുകൊണ്ട് ഇക്കാലത്തേക്ക് നേരെ റിയാദിൽ പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് കുറേ ആയിട്ട് വച്ചരോട് നല്ല ക്ഷീണവും എന്തോ ഒരു വയ്യായ്ക എന്ന് വെച്ചാൽ ബ്ലഡ് നമുക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആണ് ഇപ്പോൾ രാജി ബഷീറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ഇത് നന്നായിട്ട് വലുതായിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിലാണ്. ഇനിയിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ വേറെ മുഴകളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ യൂട്രസും കൂടെ കളയേണ്ട വരും എന്ന് പറഞ്ഞു. ഞാൻ ആകെ ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഓപ്പറേഷൻ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ പേടിച്ച് വരച്ച് വിടാൻ നിൽക്കാനെ വിളിച്ച്. കാരണം പേടിക്കാനൊന്നുമില്ല, അത് ഒരുപാട് സ്ത്രീകളിലൊക്കെ ഇപ്പോൾ ഉള്ളത്, അത് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇക്ക സമാധാനിപ്പിച്ചു. ഇക്ക ഇങ്ങോട്ട് വാ, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ നമ്മുടെ ഒരു കാശില്ല, 1.5 ലക്ഷം രൂപയാകും. ഇത് പുറത്ത് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ഇൻഷുറൻസ് കാർഡ് കൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്തുതരാം. അത് വയർ കീറിയിട്ടുള്ള ഇതാണ്, അതെനിക്ക് ഒട്ടും പറ്റൂല, എനിക്ക് അതിനുള്ള ആരോഗ്യവും ഇല്ല. അപ്പോൾ കീ ഹോൾ ചെയ്യണമെന്ന് ഞാൻ രാജ്യ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കോലഞ്ചേരിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുക, കീ ഹോൾ ഉണ്ടാവും. അന്വേഷിച്ചപ്പോൾ 1.5 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരും എന്ന് പറഞ്ഞു. 1,20,000 നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് അത്രയൊക്കെ ആവുമെന്ന് പറഞ്ഞു. 5 പൈസ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻഷുറൻസ് കാർഡുണ്ട്. അപ്പം ഞാൻ വെറുതെ തൊടുപുഴ അല്ലസറിലേക്കൊന്ന് വിളിക്കുകയാണ്. അവിടെ കീ ഹോൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയാണ്. ഡോക്ടറെ കണ്ടു. അവിടെ മഞ്ജുനാഥ് എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടേ. അപ്പോൾ ഞാൻ ഈ സ്കാൻ റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കീ ഹോൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ല, സെക്രട്ടറിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. സെക്രട്ടറിനെ പോയി കണ്ട് സംസാരിച്ച് പറഞ്ഞു ഇൻഷുറൻസ് കാർഡ് ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ സർജറിക്ക് ഈ കീ ഹോൾ ലാപ്രോസ്കോപ്പ് അത് മെഷീൻ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കുകയാണ്. അപ്പം അതിൻ്റെ വാടക 30,000 രൂപ അടയ്ക്കണം ആ സർജറിയുടെ രാവിലെ എന്ന് പറഞ്ഞു. സമാധാനം, 30,000 രൂപയല്ലേ ഉള്ളൂ. ഓക്കെ, സമ്മതിച്ചു. 30,000 ഒക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് പിന്നെ അന്ന് തന്നെ കുറേ ടെസ്റ്റിന് എഴുതുന്നു. അതൊക്കെ 10-15 രൂപയുടെ അടുത്തായി എല്ലാ ടെസ്റ്റും. നമ്മുടെ ഹാർട്ടിൻ്റെ ടെസ്റ്റും എല്ലാം. എക്കോ ആണ് ഹാർട്ടിൻ്റെ അടുത്തതും, പിന്നെ ECG, ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൂടെ കൂട്ട് 10-15 രൂപയുടെ അടുത്ത് അതായി. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. ഒരാഴ്ച ആയപ്പോഴേക്ക് ഷമീർഖാനെ വിളിച്ച് ഇക്ക വരണം എങ്ങനെയില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി. അതുകൊണ്ട് പിന്നെ ഇക്ക വന്നു. ഇക്ക എന്നെ ഓപ്പറേഷൻ്റെ ശനിയാഴ്ച അഡ്മിറ്റായി. അത് കഴിഞ്ഞിട്ട് 12-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ. അപ്പോൾ 12-ാം തീയതി രാവിലെ 8 മണിക്ക് എന്നെ കയറ്റും. ഞാൻ 8 മണിക്ക് ഇക്കാനെ വിളിക്കുമ്പോൾ ഇക്ക വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ, അതായത് കോതമംഗലത്ത് എത്തിയിട്ടുള്ളൂ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഇക്ക വരണവരൊന്നും അവർ വെയിറ്റ് ചെയ്തിരിക്കില്ല, അവർ ഓൾറെഡി എൻ്റെ സമയമായപ്പോൾ അങ്ങോട്ട് കയറ്റി. പക്ഷെ എന്നെ അവിടെ കയറ്റി കഴിഞ്ഞിട്ട് വേറൊരു സർജറിക്ക് താമസം വന്നതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയില്ല, ICU തന്നെ ഇങ്ങനെ നിർത്തിയേക്കുവാണ്.
അത് കഴിഞ്ഞ് ഇക്കായൊക്കെ വന്നു കഴിഞ്ഞിട്ടൊന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല. എന്നെ ഒരു 12 മണിയൊക്കെ ആവറായി പിന്നെയാണ് എന്നെ കൊണ്ടുപോയത്. അന്നാണ് എൻ്റെ തോന്നൽ. സമയമൊന്നും ഞാൻ നോക്കി അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് കൊണ്ടുപോയി തിയേറ്ററിൽ കയറ്റിയ പിന്നെ നമുക്ക് യാതൊരു ജനറൽ എന്താ പറയുക, നമുക്ക് മയക്കില്ലേ, അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ തന്നത്. അതായത് നടുവിൽ ഇഞ്ചക്ഷൻ ചെയ്തില്ല, വായിലൂടെ ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെയാണ് ഇഞ്ചക്ഷൻ എനിക്ക് അനസ്തേഷ്യ തന്നത്. അവിടെ ചെന്ന് കിടന്നാൽ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണൂർക്കും എൻ്റെ കവളയിൽ ഇങ്ങനെ തട്ടുണ്ട്, ഹലോ കണ്ണൂർക്ക് പേരെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവളുടെ റംസിന ഷമീർ പേര് പറഞ്ഞ് കണ്ണൂർ. അപ്പോൾ എനിക്കെല്ലാം കഴിഞ്ഞു എത്ര ഇട്ടെന്ന് ഓർത്താൽ. അപ്പോൾ സമയം 6 മണിയും കണ്ടായി. എന്നിട്ട് 8 മണിയായപ്പോഴേക്കും ഇക്ക അതിനെ കാണാൻ അനുവദിച്ചു. ഇക്ക ഡോറിൽ വന്നു. അപ്പം ഇക്കാനെയും കണ്ടു. അപ്പോഴേക്കും മയക്കം അങ്ങനെ ശരിക്കും വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ നമ്മളിങ്ങനെ മൂടിയിട്ടേക്കല്ലേ, ഞാൻ കഴിഞ്ഞോന്ന് അറിയാൻ വേണ്ടി, എനിക്കപ്പോഴും നമുക്കറിയില്ല കഴിഞ്ഞോന്നൊന്നും. അപ്പോൾ ഞാൻ തപ്പി നോക്കിയപ്പോൾ വയർത്തൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പഞ്ചർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല. എനിക്ക് എന്തോ പേടി കിട്ടിപ്പോയല്ലേ. എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഇവിടെ അവർ പറഞ്ഞു ഈ കീ ഹോൾ ചെയ്യുമ്പോൾ ഗ്യാസ് കയറ്റിയിട്ട് എങ്ങോ വീർപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഷോൾഡർ അങ്ങോട്ട് കട്ടപ്പെടുത്തിട്ട് എൻ്റെ അല്ലാഹുവേ എന്തൊരു വേദന. അതുപോലെ വയറിന് അങ്ങനെ വേദന, പക്ഷെ ഗ്യാസ് കയറിയിട്ട് നമ്മുടെ കൂച്ചക്ക് ഇങ്ങനെ കുളത്തി വലിക്കണ വേദന. മറ്റേ ഓപ്പറേഷൻ ചെയ്തോടത്തിലൊന്നും അല്ല വേദന. ഈ നമുക്ക് അപ്പോൾ അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെഡിസിൻ തന്നിട്ട് ഗ്യാസിൻ്റെ വേദന കുറയാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. ട്രിപ്പ് ഇട്ടേക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നാക്കൊക്കെ അങ്ങോട്ട് വരണ്ട് ഉണങ്ങി, ചുണ്ട് ഉണങ്ങി, നാക്കൊക്കെ തൊണ്ടേക്കൂടൊന്നും ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരു ഉണങ്ങിയ പോലെ ഇരിക്കും. ഒരു സിസ്റ്റർ എനിക്ക് വെള്ളം വേണം, വെള്ളം തരാൻ പറ്റൂല, നാളെ രാവിലെയാണ് വെള്ളം തരാൻ പറ്റുള്ളൂ, ഒന്നും തരാൻ പറ്റില്ല. അവൻ്റെ എനിക്ക് ചുണ്ടെങ്കിലും ഒന്ന് നനച്ചുതരാൻ പറഞ്ഞപ്പോൾ അവർ 2 തുള്ളി വെള്ളം ഒഴിച്ചു. അത് ഉപ്പ് ടേസ്റ്റുള്ള ഒരു കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൈ കുടിക്കണ പോലത്തെ 2-3 തുള്ളി അത് വെച്ചപ്പോൾ ദാഹം കൂടുകയത്. പിന്നെയും ഒരു അരമണിക്കൂർ ഞാൻ പിന്നെ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ നനച്ച് തരും. അങ്ങനെ നനച്ച് തന്ന് നേരം വെളുക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല ഞാൻ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്നാൽ വേദന ഉണ്ടോയെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ വേദന നല്ല രീതിയിലുണ്ട്, പക്ഷേ എൻ്റെ വേദന എനിക്കില്ല. അവർ പറയുന്നുണ്ട് എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്തേക്കണത്തിലാണ് വേദന, ഗ്യാസിൻ്റെ വേദന ഉണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലാവാണ്ടാണോ ഒന്നും എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് നല്ല വേദന ഉണ്ട്, അത് ഗ്യാസിൻ്റെ ആണെന്നാണ് അവർ പറയുന്നത്. ഞാനത് ഓക്കെ. അതും മുറിവിൻ്റെ ഭാഗത്തല്ല, നമ്മുടെ ചങ്കിൻ്റെ ഇവിടെയൊക്കെ ഭാഗത്തൊക്കെ ഇരുന്നിട്ടാണ് വേദന. പിന്നെ ഷോൾഡർ, കഴുത്ത്, ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ വേദന എനിക്ക് പറയാൻ പറ്റില്ല, അതിന് മാത്രം വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർമാരും പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഷോൾഡറിനും കഴുത്തിനും അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഗ്യാസ് കയറിയിട്ടുള്ള പെയിനാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ നേരം വെളുത്തൊരു 8:30 ആയപ്പോൾ എന്നോട് ചായ കുടിക്കാൻ പല്ല് തേക്കാൻ പറഞ്ഞു. ഞാൻ പല്ല് തേക്കണ്ട സിസ്റ്റർ, ഞാൻ ബാബനും കുലുക്കുഞ്ഞു തുപ്പിക്കോളാന്ന് പറഞ്ഞു. അവർ മതിയായ ചിരി ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു പല്ല് തേച്ച് നല്ല ഫ്രഷ് ആവണം, വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ പതുക്കെ ഒരു പൊക്കുവാണ്, ഈ ബെഡ് പൊക്കി തന്നു. അപ്പോഴാണ് വയറിന് വേദന. അപ്പോഴാണ് എനിക്ക് ചെയ്തേക്കണതിൻ്റെ വേദന എനിക്ക് ഫീൽ ചെയ്യണം. അത് ഒരു ഇതിലിരിക്കാനുള്ള അവർ ഒന്നല്ല മസിൽ പിടിച്ചിരുന്ന് പല്ല് തേച്ചിട്ട് ആ തുപ്പി തേച്ചു എന്നുള്ള വാത് വരുത്തി തുപ്പിയിട്ട് ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ 4 ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോട്ട് ചായ മൊത്തം ഞാൻ കുടിച്ചു, വെള്ളം കുടിച്ചു. 2 ഇഡ്ഡലി എനിക്ക് വേണ്ട. 2 ഇഡ്ഡലി കഴിച്ചപ്പോൾ ചമ്മന്തിനെ ഒറ്റ ചമ്മ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ടയിലൊക്കെ തൊലി പോയിട്ടുണ്ട്. ഈ തൊണ്ടയിലൂടെ ഈ ഓസിട്ടതിന് എന്താണെന്ന് പറയുക, എരിവ് അങ്ങോട്ട് ചെന്നപ്പോൾ ഭയങ്കര എരിവ് നമുക്ക് വീരാണ്. അപ്പം ഒരു ചുമതല്ല വയർത്ത് നമ്മുടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമച്ചാലത്തെ അവസ്ഥ എന്താ. അത് ഒഴിവാക്കി 2 ഇഡ്ഡലി ചുമ്മാ ചായയും കൂടെ കടിച്ചു കൂട്ടി 2 ഇഡ്ഡലി തിന്ന്. അപ്പോൾ ഒരു 4 തിന്നാൻ പറയില്ല, ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് അവർ വേസ്റ്റിലൂടെ ചെയ്തത്, കാരണം അവിടെ ICUവിൽ ഇങ്ങനെ ഫുഡ് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ 9 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നാളെ നമുക്ക് ട്യൂബ് ഊരാം. അപ്പോൾ രാവിലെ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കാൻ വേണ്ടി ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് അവിടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറവാണ്, ബ്ലഡ് തീരെ കുറവാണ്. അപ്പോൾ അവരൊരു പണി ചെയ്തു, ബ്ലഡ് കയറ്റണം ഇവിടെ തന്നെ അപ്പോൾ ഇക്കാനും ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഐസിയുടെ ഫ്രണ്ട് ചെന്ന് നോക്കി ഇക്ക അവിടെ ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞിരുന്നു താഴെ പോയി ഒപ്പിയിലിരുന്നാൽ അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാന്ന്. എന്നിട്ട് പിന്നെ ആരാണ്ട് സിസ്റ്റർ പോയി ചെന്ന് പറഞ്ഞ് ഇക്ക കയറി വന്നു, ബ്ലഡ് ബാങ്കിൽ നിന്ന് കൊണ്ടുവരുന്നത്.
അത് കഴിഞ്ഞ് ഈ കയ്യിൽ കുത്തിവെച്ചിരുന്നത് ഫസ്റ്റ്. അതിലൂടെ ബ്ലഡ് കയറില്ല, ബ്ലഡ് ഭയങ്കര കട്ടിയല്ലേ, ഗ്ലൂക്കോസും മെഡിസിൻ കയറുമ്പോൾ ഭയങ്കര വേദന. ജീവൻ പോണ വേദന ഈ കയ്യിലേക്ക് വരുമ്പോൾ. അവർ കുറേ കിട്ടും ഒടിച്ചൊക്കെ നോക്കിയിട്ട് പറയാണ്ട് ഇപ്പുറത്തെ കയ്യിൽ പിന്നെയും കുത്തണക്കാർ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ചെറിയ സൂചി അല്ലല്ലോ, ഈ ബ്ലഡൊക്കെ കയറ്റാൻ വേണ്ടി വലിയ സൂചിയെ കയറ്റും. അത് കഴിഞ്ഞ് അതിലും കയറില്ലാണ്ടായി, കാരണം അത് അവർ കുത്തിവെച്ച് ഒത്തിരി ഇങ്ങോട്ട് കയറിപ്പോയി. പിന്നെ ആ സിസ്റ്റർ പകുതി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയറലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൈ പിടിച്ച് ഓടിക്കലും തിരിക്കലും കഴിഞ്ഞ് പതുക്കെ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്പീഡിൽ കയറി. അതുകൊണ്ട് തന്നെ ബ്ലഡും കയറ്റി കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ 4 മണി. അതുവരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല, ഈ 2 ഇഡ്ഡലിയിൽ നിൽക്കണേ. അപ്പോൾ അവർ ഉച്ചയ്ക്ക് 2 മണിക്ക് കഞ്ഞി തരാമെന്ന് പറഞ്ഞപ്പോഴേക്കാണ് ബ്ലഡ് കയറ്റാൻ കൊണ്ടുവന്നത്. അപ്പോൾ 1 മണിയായപ്പോഴേക്കും ബ്ലഡ് കയറി ഈ കയറലാണ്ടായിട്ട് 4 മണി 3:30 കഴിഞ്ഞു എന്നെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ. പിന്നെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി. റൂം എടുക്കുകയില്ല, കാരണം എന്നെ 2 ആൾ കൂടി പിടിച്ചാലേ ഞാൻ പോകുന്നുണ്ടായുള്ളൂ. വാർഡിലാകുമ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രം നിൽക്കാവുള്ളൂ. അപ്പോൾ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ മോളെ കൊണ്ട് പറ്റൂലല്ലോ എന്നെ പിടിക്കാം. അപ്പോൾ ഇക്കായും മോനും എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന റൂമല്ലേ. റൂമിന് ഒരു ദിവസം വാടക 1200 രൂപയാണ്. അത് കിട്ടപ്പോൾ ചങ്ക് പടച്ചു, എന്നാലും വേണ്ടില്ല, അതല്ലാണ്ട് വേറെ ഒരു രക്ഷയൊന്നുമില്ല. അങ്ങനെ റൂമിൽ ചെന്നു, റൂമിൽ കിടന്നു. ഇക്കായും പിള്ളേരും പിടിച്ചെടുപ്പിച്ച് ചെന്ന് കിടക്കണതിന് മുന്നേ എനിക്ക് കഞ്ഞി തന്നു. ഈ ബ്ലഡ് പാനും ട്യൂബ് ഇട്ടേക്കണം, യൂറിൻ പാനും ട്യൂബ് ഇട്ടേക്കണം. നമുക്ക് യാതൊരു എണിച്ചടക്കാനും ഒന്നും പറ്റില്ല. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് കയറ്റി കിടത്തി അവിടെ കിടന്നു. അപ്പോഴും ഗ്യാസിൻ്റെ പെയിൻ കാരണം നിലവിളിച്ചുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. അതുകൊണ്ട് സിസ്റ്റർമാരൊന്നും അതിന് മെഡിസിൻ തന്നു. ആ കുത്തി കഴിഞ്ഞ് നമ്മൾ എണീച്ച് നടക്കുമ്പോൾ ഒരാശ്വാസം കിട്ടുന്നുണ്ട്. നടക്കണം, ഇതിന് എണീച്ചിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഏമ്പക്കം വരുന്നുണ്ട്, ഗ്യാസ് പാൻ ടെൻഡൻസി വരുന്നുണ്ട്, നമുക്ക് ഗ്യാസ് പാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം, അന്ന് ട്യൂബൊന്നും എടുത്തിട്ടില്ല, പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ട്യൂബ് എടുക്കുകൊണ്ടോ എന്ന് പറഞ്ഞിട്ട്. അതിന് അന്നും പേടിച്ച് ഒക്കെ പേടിയുണ്ട് ഇപ്പോഴും ഉള്ളിൽ, മാറിയിട്ടില്ല. രാത്രി കിടന്ന് ഞെട്ടി ഇപ്പോഴും ഉണർണ്ട്. ഊതൊക്കെ ചെയ്യുക എപ്പോഴും. എനിക്ക് അങ്ങനെ ഓപ്പറേഷൻ അങ്ങനെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈ മുറിഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ ഭയങ്കര പേടി എനിക്ക്. അപ്പോൾ അങ്ങനെ അവിടെ കയറ്റി കിടത്തി ട്യൂബ് ഊരി ഇപ്പം എൻ്റെ എന്തൊരു ദണ്ണം. നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള മുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താറാവ് മുട്ട ഉണ്ടല്ലോ, താറാവ് മുട്ട നമ്മൾ തൊലി ഇല്ലാണ്ട് തോൽമുട്ട ഉണ്ടാവും, അതേപോലെ ആകൃതിയിലിരുന്നത്, നല്ല കട്ടി ഉണ്ടായിരുന്നു. അത് ഇക്കാനും പിള്ളേരും കാണിച്ചു കൊടുത്തു. അപ്പോൾ യൂട്രസ് എടുക്കേണ്ട ഒരു മുഴ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് മുഴ മാത്രം എടുക്കാൻ പറ്റി. യൂട്രസിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, അൽഹംദുലില്ലാ, ഒരു കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ തന്നെ സമാധാനം. അത് കഴിയുമ്പോൾ അവരത് ക്യാൻസർ വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാൽ ടെസ്റ്റിന് അയച്ചിരുന്നു. അത് ഞങ്ങൾ സ്റ്റിച്ച് തൊട്ടപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് ആ ഒരു മുഴ വച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് എൻ്റെ ഉണ്ടായത്. വേറെ യാതൊരുവിധ പ്രോബ്ലം എനിക്കിപ്പോൾ നിലവിലില്ല. കൊളസ്ട്രോൾ ഇല്ല, എല്ലാം ചെക്ക് ചെയ്തല്ലോ, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, എല്ലാം നോർമലായിട്ടുള്ളൊരു. ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്താലും ഇതൊക്കെ അറിയാൻ പറ്റും. എനിക്ക് നമുക്ക് തടിയൊക്കെ ഉള്ളപ്പോൾ ഞാൻ തടിയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ, ഈ സന്ധിവാദമൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ നീരിൻ്റെയാണ് എനിക്ക് അധികവും വണ്ണം ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വയറിൽ ഈ മുഴ വളർന്നു വെച്ചാൽ 3 മാസം പ്രഗ്നൻ്റായ ഒരു കുട്ടിയുടെ അത്രയും വളർന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ വയറൊന്ന് വലിപ്പം വെച്ച്, അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വ്യാഴാഴ്ച ഡിസ്ചാർജായി, തിങ്കളാഴ്ച ഓപ്പറേഷൻ ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും ഡിസ്ചാർജായി വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 8 മണിയൊക്കെ ആയി. 8 മണിക്ക് വീടെത്തി. പതുക്കെയല്ലേ പോരാൻ പറ്റുള്ളൂ, ഉണ്ട് അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ചയാണ് തിരിച്ചിന് സ്റ്റിച്ച് വെട്ടാൻ ചെല്ലാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തിങ്കളും ചൊവ്വയൊക്കെ ആയപ്പോൾ ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ ഇവിടെ ചെറുകുട്ടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ തന്നെ പറഞ്ഞു, അവർ ഒന്നുകൂടെ ക്ലീൻ ചെയ്തൊക്കെ തന്നു. ആ ട്യൂബ് എടുത്ത കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്തപ്പോഴും വയ്ക്കണം. അപ്പോൾ പനിക്കണമെങ്കിൽ ഇൻഫെക്ഷൻ ആണെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് അല്ലസറിലേക്ക് തന്നെ പൊക്കോളാൻ പറഞ്ഞാൽ. പിന്നെ ബുധനാഴ്ച അല്ലസറിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സ്റ്റിച്ച് വെട്ടി അന്നാണ് റിസൾട്ടൊക്കെ പറഞ്ഞ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ, നല്ല. പിന്നെ ധാരാളം ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ബ്ലഡ് ഓക്കെ ആക്കുക, ഹെൽത്ത് ഓക്കെ ആക്കുക, ഫുഡാണ് ഇതിൻ്റെ മെയിൻ മെഡിസിൻ എന്ന് പറഞ്ഞു വിട്ടു ഡോക്ടർ. അങ്ങനെ അൽഹംദുലില്ലാ
ഇന്ന് 13 ദിവസം. അപ്പോൾ ഇന്നലെ ഞാൻ നെട്ടൂർക്ക് പോയേക്കുമായിരുന്നു. അവിടെ ഷേണാസ് കെയർ അവിടെയാണ്, ഹോസ്പിറ്റലിലാണ് സന്ധ്യഭാഗത്തിന് മെഡിസിൻ കഴിക്കണം. അപ്പോൾ പിക്ക തിങ്കളാഴ്ച പോവും. പിക്ക ഉള്ളപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്കാട് കൂടെ പതുക്കെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്തു. അതും നോർമലാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ കുറച്ച് നാളോടെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ വല്ല പ്രോബ്ലം വന്നാൽ ഇനിയിപ്പോൾ ഓടിപ്പാനൊന്നും പറ്റില്ലല്ലോ, പ്രശ്നം ചെയ്ത് കിടക്കല്ലേ, ഒരു മാസമെങ്കിലും ഒന്ന് റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവിടെ നെട്ടൂരും പോയി ഇന്നലെ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. വെള്ളിയാഴ്ച ഇന്നിപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നടക്കാൻ തന്നെ എണിക്കാൻ തന്നെ കുഴപ്പമില്ല. കീഹോളായതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പം ഇപ്പം എൻ്റെ ഈ ഓപ്പറേഷൻ്റെ ഒരു ജേണി പറയാൻ തന്നെ കാരണം, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് സ്വയം ഫീൽ ചെയ്യും. ബ്ലീഡിങ് കൂടുക, നടുവേദന, വയറുവേദന ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മളിത് വച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ പോയി കണ്ട് അതിന് മെഡിസിൻ എടുക്കുക ചെയ്യുക. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. നമ്മളിത് ഇപ്പോൾ എനിക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ ചിലപ്പോൾ കുറഞ്ഞതിനായിരിക്കും മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോൾ അത് ചുങ്ങിപ്പോകല്ല ചെയ്യുമായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. എന്നാലും എൻ്റെ ഉള്ളിലൊരിത് ആർക്കും എനിക്ക് നല്ല സുഖമൊന്നുമല്ല. ഈ കീഹോളല്ലേ ഓപ്പറേഷൻ ചെയ്ത് പിള്ളേരെടുക്കും. അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. നമുക്കിത് ചെറുതാണെങ്കിൽ പോലും വലുതാണെങ്കിലും വേദന തന്നെയാണ്, നന്നായിട്ട് അനുഭവിക്കണം. ആ ഒരാഴ്ച 2 ആഴ്ച നമ്മൾ ശരിക്കും എന്തിനാണ് നമ്മൾ വേദന അനുഭവിക്കണത്? നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാൻ ശ്രദ്ധിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പം എല്ലാ സ്ത്രീകളിലും ഉണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു 80% സ്ത്രീകളിലും ഈ ഫൈബ്രോയിഡ് വളരുന്നതാണ് അധികം കാണുന്നത്. അത് മെഡിസിൻ എടുക്കുക, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല ആഹാരം കഴിക്കുക. നമുക്ക് ബ്ലഡ് കൂടുതൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പോയി ഗൈനക്കോളജിനെ കാണുക, അതിന് സ്കാൻ ചെയ്ത് നോക്കുക. എല്ലാവരും നന്നായിട്ടിരിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ അനുഭവിച്ചു, എനിക്ക് നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലസർ ഹോസ്പിറ്റൽ ഒന്നും പറയാനില്ല. അവിടുത്തെ ഡോക്ടറും സിസ്റ്റർമാരും എല്ലാം സൂപ്പറാണ്. നമുക്ക് അവരുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ പകുതി അസുഖം പോവും, പകുതി ടെൻഷൻ പോവും. അത്ര നല്ല കെയറിങ്ങും ഒക്കെ ആട്ടോ അല്ലസർ ഹോസ്പിറ്റൽ. അൽഹംദുലില്ലാ നല്ല എന്നെ മഞ്ജുത എന്നൊരു ഡോക്ടറെ കണ്ടേ. പിന്നെ നമ്മുടെ ICUലുണ്ടായിരുന്ന മിനി ഡോക്ടർ, മിനി സിസ്റ്റർ, ബെറ്റി സിസ്റ്റർ എല്ലാവരും നല്ല പെരുമാറ്റമാണ് നമ്മളോട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അല്ലസറിലേക്ക് പോവുക. അല്ല കാർഡൊന്നുമില്ല, നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലാണ് നല്ലത്. അടുത്തുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് വന്നും പോയി വരാനൊക്കെ എളുപ്പമുണ്ട്. അപ്പം എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാൻ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. എല്ലാവരും നന്നായിട്ടിരിക്കുക, ആരോഗ്യത്തോടിരിക്കുക. അതുപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.